ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, രണ്ട് വിഷയമാണ്. ഒന്ന്, സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണം. ആ സീറ്റ് നേരത്തെ ടീച്ചർ പറഞ്ഞു നിർത്തുന്ന പോലെ വിജയസാധ്യതയുള്ള സീറ്റ് കൂടിയായിരിക്കണം. അത് സംവരണമായാൽ പോലും വിജയസാധ്യതയില്ലെങ്കിൽ പിന്നെ സീറ്റ് കൊടുക്കുന്നതിൽ കാര്യമില്ല. സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം സംഭവങ്ങളൊന്നും മറക്കാറായിട്ടില്ല, പ്രത്യേകിച്ച് ലതിക സുഭാഷിൻ്റെ സീറ്റ് നിഷേധിച്ച പോലത്തെ വിഷയങ്ങൾ. അതോടൊപ്പം തന്നെ നിർത്തി തോൽപ്പിക്കുന്നു പല സ്ഥാനാർത്ഥികളെയും, സ്ത്രീകളെ എന്നുള്ള പരിഭവവും പരാതിയും ഒക്കെ കോൺഗ്രസിൻ്റെ തന്നെ വനിതാ നേതാക്കളുടെ ഭാഗത്ത് ഉയർന്നു കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് താരതമ്യപ്പെടുത്തി പറയുക? അതിന് മുമ്പായിട്ട് എനിക്കൊരു ചെറിയ മറുപടി പറയാതെ പോകാൻ പറ്റില്ല. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞൊരു 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏതോ ഒരു കുടുംബം ഈ രാജ്യത്ത് കുടുംബവാഴ്ച നടത്തിയെന്ന്. ഏതെങ്കിലും ഒരാളെ സ്വതന്ത്ര ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ ഈ രാജ്യം ഭരിച്ചതായിട്ട് ആ പേര് ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കുമെന്നാണ് എനിക്കതേ സംബന്ധിച്ച് പറയാനുള്ളത്. വ്യവസ്ഥാപിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രീതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ളവർ ഈ രാജ്യം ഭരിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കുടുംബവാഴ്ച എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെ ചാരിയാണത് പറയുന്നതെങ്കിൽ അത് ശരിയാണോ എന്ന് ശോഭ തന്നെ പരിശോധിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഞങ്ങളാണ് ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് പറയും. ഈ ബില്ല്, ഈ വിമൻ റിസർവേഷൻ ബില്ല് രാജ്യസഭയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇന്നത്തെ UP മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ വലിയൊരു പ്രസംഗം കുട്ടികൾ മുന്നിലിരിക്കുന്നുണ്ട് പറയാണ്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അദ്ദേഹം കൊടുത്തിട്ടുള്ള പത്രക്കാർക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ അടക്കമുണ്ട്. അതിനകത്ത് പറഞ്ഞത് ഇവരെയല്ല, ഞാൻ മുഴുവനത് പറയുന്നില്ല, ഈ സ്ത്രീകളെല്ലാം കൂടി ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ചാണകം ആരുവാരും, വീട്ടിലെ അടുക്കളയിലെ അടുപ്പ് ചാരമാരുവാരുമെന്ന് ആശങ്കപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ഒന്ന് ആലോചിക്കണം. അത് നോക്കിയാൽ മതി, അത് വെരിഫൈ ചെയ്ത് പ്രൊവൈഡഡ്. ഞാൻ പറയട്ടെ, എന്റെ ആധികാരികമല്ലാത്ത ഒരു കാര്യവും ഇവിടെ ഇരുന്നത് ഒരു ഇന്റർവ്യൂ ഇവിടെ ഇരുന്ന് തന്നെ അത് വെരിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ കുട്ടികളുടെയൊക്കെ കയ്യിലിരിക്കുകയാണ് ഈ സാധനം. എന്താണ് യൂട്യൂബ്, ഒന്ന് വെരിഫൈ ചെയ്താൽ പറ്റും. രണ്ടാമത് വേറൊരു കാര്യം, 2014 മുമ്പ് ഇന്ത്യ ഇല്ലായിരുന്നു. ഇവിടെ ഈ രാജ്യത്ത് ഒന്നുമില്ലാതിരുന്നു. 2014 ശേഷമാണ് ഈ രാജ്യമുണ്ടായത് എന്നുള്ള നിലയിൽ നമുക്ക് പറഞ്ഞു വെച്ച് പോകാൻ പറ്റുമോ? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ രാജ്യത്തിന് എന്താ ഉണ്ടായിരുന്നത്? ഇവിടെ ഏത് രീതിയിലുള്ള ഒരു ജനതയെയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നത്? ഈ 2014 വരെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് എത്രയോ എണ്ണമറ്റ നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞു പറ്റുമോ നമുക്കറിയാം. ഏതല്ല, ഞാൻ 1ഉം 2ഉം ആയിട്ടല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു ജനത, പട്ടിണി മാത്രം ആശ്രയിച്ച് ആഹാരത്തിന് വകയില്ലാതിരുന്ന ഒരു ജനത, കൃഷി ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു ജനത, വ്യവസായ രംഗത്ത് യാതൊരു തരത്തിലുള്ള ഒരു മുട്ടുസൂചിയുടെ ഒരു കമ്പനി പോലും ഇല്ലാതിരുന്ന ഒരു നാട്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് വന്നിട്ടുള്ള ഒരു ജനതയെ വളരെ ധീരമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് എനിക്ക് ഇവിടെ ആവർത്തിച്ച് പറയേണ്ടി വരും. ചരിത്രത്തിൽ നിന്ന് നമുക്ക് വേണേൽ കടലാസിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റും. ഇപ്പോൾ കടലാസിൽ നിന്ന് മാറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിനകത്തൊന്നും മാത്രമല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഞാൻ അതിനകത്ത് ഒരു തുറന്ന് സമ്മതിച്ച് തന്നെ ഇത്തരം ചർച്ചകളിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. ഇന്ത്യ രാജ്യത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വനിതാ നേതാക്കന്മാരെ ദേശീയ തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതികളിലേക്ക് വേണ്ട രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസ് പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഈ കാര്യത്തിലുള്ള മനോഭാവം മാറ്റിയേ മതിയാകൂ. പുരുഷ മേധാവിത്വം ഏറ്റവും കൂടുതൽ ഇന്ന് നിലനിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ മേഖല തന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയതുപോലെയില്ല. ഇപ്പോൾ ടീച്ചറെ പറഞ്ഞപ്പോൾ ടീച്ചറെ വളരെ കൃത്യമായിട്ട് തന്നെ അതിന് മറുപടി, ഇപ്പോൾ ടീച്ചറുടെ മനസ്സിലുള്ള മറുപടി പറഞ്ഞെങ്കിൽ പോലും നമുക്ക് പരിചയമായിട്ടുള്ള ഒരു മുദ്രാവാക്യമുണ്ട്, കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് പറഞ്ഞുകൊണ്ട് KR ഗൗരിയമ്മ കേരളത്തിലെ മുഖ്യമന്ത്രി ആകുമെന്ന് കരുതി വോട്ട് ചെയ്ത ഒരു സ്ത്രീ സഞ്ചയം തന്നെ കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് പല കാരണങ്ങളായിരിക്കാം ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്നൊക്കെ സ്ത്രീകളെ മാറ്റുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യത്തിന് അത് തെറ്റ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്ത്രീകൾ കഴിവുള്ളവരാണെങ്കിൽ
അവരെ ഏതെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ മൂലക്കിരുത്താനുള്ള ശ്രമം നടത്തിയാൽ എത്ര കാലം സൂര്യനെ എത്ര കാലം പാഴ്മുറം കൊണ്ട് എത്ര കാലം മറച്ചു പിടിക്കാൻ പറ്റും? അപ്പോൾ അതിനകത്ത് അഭിപ്രായം പറയാനുള്ള, എൻ്റെ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പലതവണ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ തന്നെ എൻ്റെ പാർട്ടി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതും. പക്ഷേ ഈ അഭിപ്രായ പ്രകടനങ്ങൾക്കപ്പുറമായി, നേതൃത്വത്തെ തിരുത്തുന്നതിനപ്പുറമായിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള നിലപാടെടുത്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുക എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിൽ നല്ല പ്രവണതയല്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കട്ടെ. ഓക്കെ, തീർച്ചയായും ഇതിനകത്തൊരു ഡിബേറ്റ് അല്ല, 3 പേരും ഒരേപോലെ സംസാരിക്കട്ടെ, നമുക്ക് അങ്ങനെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് വരട്ടെ എന്ന് കൂടിയാണല്ലോ കോൺക്ലേവ്. അതുകൊണ്ടാണ് ഞാൻ 3 പേരും ഒരു തർക്കം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നത്. അല്ലല്ല, അങ്ങനെ തർക്കിക്കാതെ പറ്റില്ലല്ലോ. പറഞ്ഞ കാര്യങ്ങളിൽ യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ തർക്കം വേണ്ടി വരും. ഉത്തർപ്രദേശിലേക്ക് നോക്കൂ എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇവർ ഉത്തരം പറഞ്ഞില്ലല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ നിങ്ങൾ എന്നോടൊപ്പം പോരാമോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടാളും മൗനം പാലിക്കുകയാണ്. അവിടെ ചെന്ന് പറയാമല്ലോ പ്രധാനമന്ത്രിയോട്, എന്താണ് ഇത് ഇത്രയും ഡിലേ ചെയ്യുന്നതിന് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറല്ല എന്ന് പറയാം. അതിനെ സൗകര്യപൂർവ്വം തമസ്കരിച്ചു രണ്ടുപേരും. അതവിടെ നിൽക്കട്ടെ. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ എന്താ ടീച്ചർ പറഞ്ഞു, കുടുംബശ്രീ ശരിയാണ്. ഐക്യരാഷ്ട്രസഭ അത് തന്നെയാണ് പറഞ്ഞത്. സ്ത്രീകളെ കൂട്ടം കൂടി ഒരുമിച്ചിരുത്തിക്കൊണ്ട് മാത്രം അവർ പവർ പോയിന്റുകളിലേക്ക് വരില്ല. കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന അമ്മമാർക്ക് അവർക്ക് പോലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന് ഭൂമിയെ തൊട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, സ്ത്രീയുടെ സ്വത്തുബോധത്തെ വളർത്തലാണ് എൻ്റെ ആദ്യത്തെ പണി, അമ്പലം കെട്ടലല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ തുടർന്നാണ് ജൻധൻ അക്കൗണ്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി, ഏത് കുടുംബത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്? ഞാൻ മറച്ചു വെച്ചിട്ടല്ല പറഞ്ഞത്. ഓട് പൊളിച്ച് അകത്ത് കിടന്ന കുടുംബത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ ജനാധിപത്യത്തിലൂടെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടേക്ക് വന്ന കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തെ നയിച്ച ശ്രീമതി സോണിയാഗാന്ധി വരെയുള്ള ആളുകൾക്ക് ഈ ബില്ല് ചീന്തിയെറിഞ്ഞ ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയാൻ അവസരമുണ്ടായിരുന്നല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പാർലമെന്റിലും രാജ്യസഭയിലും എണീറ്റ് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞോ ഈ ബില്ല് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കണം, അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് വേണം പറഞ്ഞോ ആരെങ്കിലും? കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്ന് കുറെ ആളുകൾ പോയല്ലോ, ആരും പറയുന്നത് നമ്മൾ ആരും കേട്ടില്ലല്ലോ. അപ്പോൾ വിഷയം അവിടെയല്ല. ഈ ബില്ല് എത്രയും പെട്ടെന്ന് പാസ്സാക്കണം എന്നുള്ള തീരുമാനവും ചർച്ചയും ചിന്തയും അതിന് നിയമാനുസൃതമായിട്ടുള്ള വഴികളിലൂടെ പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുടുംബശ്രീയെ കുറിച്ച് പറയുകയുണ്ടായി. ആരാ കൊണ്ടുവന്നത്? സ്ത്രീ ശാക്തീകരൺ പ്രക്രിയ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ ഏറമ്പാല കൃഷ്ണൻ നായനാരാണ്. അദ്ദേഹത്തെ മലപ്പുറം ജില്ലയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട്, മാധ്യമപ്രവർത്തകർ സാക്ഷിയാണ്, ആ സമയത്ത് അന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിടണം, കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര്. അങ്ങനെ സ്ത്രീ ശാക്തീകരൺ പ്രക്രിയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന കുടുംബശ്രീയാണ്. ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് വോട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ടീച്ചർ പറഞ്ഞതെങ്കിൽ ആ വോട്ട് കിട്ടാൻ യോഗ്യത എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അപ്പോൾ അതൊന്നും പറയണ്ട. കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നാളെ അസംബ്ലിക്കകത്ത് വരുമോ? അവർ കസേരയിലിരിക്കുമോ? അവരെ പാർലമെന്റിനകത്ത് അവർക്ക് സീറ്റ് കൊടുക്കുമോ? ടീച്ചർ എന്താ പറയുന്നത്? ആരെയാണ് ടീച്ചർ ഭയപ്പെടുന്നത്? കാരണം ഒരു സ്റ്റേജിനകത്ത് ഇത്രയോ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച ഒരാൾ ഇത്ര സമയം പ്രസംഗിച്ചാൽ മതി എന്ന് തീരുമാനമെടുക്കുന്ന നാടുവാഴിത്വത്തിൻ്റെ മനോഭാവമുള്ള ഫ്യൂഡൽ വ്യവസ്ഥിതിയുള്ള അതെല്ലാം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ കണ്ടിട്ടുള്ള ഒരു സമയത്തിരുന്നു കൊണ്ടാണ് ടീച്ചർ ഈ സംസാരിക്കുന്നത്. നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഒരു വിമൻ ബില്ല് കൊണ്ടുവന്ന സമയത്ത് പ്രതിപക്ഷം പറയണമായിരുന്നു ഇതിനെ കാലതാമസം വരുത്താതെ ഇത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള തടസ്സം എന്താണ് എന്ന് ചോദിക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം അതെന്താ തയ്യാറാവത്ത്? രാഹുൽ ഗാന്ധിക്ക് ചില ജാതി സമവാക്യങ്ങളെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ജാതി തിരിച്ചുകൊണ്ടുള്ള സ്ത്രീകളുടെ സെൻസസ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നവർ തന്നെയാണ് അങ്ങ് പോകുമ്പോ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് ഒച്ചയെടുത്ത് ബഹളം വെച്ച് സംസാരിച്ചതുകൊണ്ട് ശോഭ പറഞ്ഞതെല്ലാം നേരാവണമെന്നില്ല. ഇവിടെ അത്തരത്തിലുള്ള ഒരു ഡിബേറ്റിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഒരു പൊതുവിഷയത്തിൽ അങ്ങനെ ഒരു അലമ്പില്ലാതെ സ്ത്രീ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ചർച്ച എങ്ങനെ നടത്താം എന്ന രീതിയാണ് ഇതിന്റെ അവതാരക സ്വീകരിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാം, ഒരു പക്ഷേ ഞാനോ ഷാനിമോളോ അങ്ങനെയൊരു കടുപ്പപ്പെട്ട വാദപ്രതിവാദത്തിലേക്ക് നടക്കാതിരുന്നത്. സ്വന്തം ഞാൻ പറയാം, ഞാൻ ശോഭ പറഞ്ഞ 1-2 കാര്യത്തിന് എനിക്ക് പറഞ്ഞേ മതിയോ. പ്രധാനമന്ത്രിയെ കാണാൻ പോകാൻ ശോഭ ക്ഷണിച്ചല്ലോ, ഒരു വിരോധവും ഇല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ ശോഭയോടൊപ്പം ഞാനോ സാനിമോൾ ഉസ്മാനോ ഒന്നും പോകുന്നതിന്. പക്ഷേ ഞാൻ പറയട്ടെ, തനിച്ചു പോകാം, ശോഭ വരണ്ട, ഞങ്ങൾ തന്നെ പോകുന്നതിന് വിരോധമില്ല. പക്ഷെ എന്താ ഫലം ഉണ്ടാവുക? 5 വർഷക്കാലം കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഞാൻ കേരളത്തിനൊരു എയിംസ് കിട്ടാൻ വേണ്ടി
എത്ര തവണ കേന്ദ്രമന്ത്രിമാരെ കണ്ടു എന്നുള്ളതിന് കണക്കില്ല. അതിന് ടീച്ചറുടെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി- ഈ അല്ലല്ല, ഒരലമ്പും ടീച്ചറുടെ പറയില്ല. മുഖ്യമന്ത്രി സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ല. ശോഭ അല്ലല്ല, ടീച്ചർ- അത്ര ഒരു ബാലിശമായ ചർച്ചയിലേക്ക് ശോഭ പോകരുത്. ഞാൻ- നമ്മൾ അങ്ങനെയല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ കുട്ടി ഇയാൾ ഞാൻ പറയുന്നത് കേൾക്കൂ. ഒക്കെ പറഞ്ഞിരുന്നു. ആദ്യം അപേക്ഷിച്ചപ്പോൾ പറഞ്ഞു സ്ഥലം കൊടുത്താൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥലം കൊടുത്തു. 4 സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കത്ത് വന്നു, 4 സ്ഥലം പറഞ്ഞാൽ തരാൻ പറ്റില്ല, ഒരു സ്ഥലം ഏതാണെന്ന് തീരുമാനിച്ചിട്ട് തരാൻ പറഞ്ഞു. ഞങ്ങൾ നല്ല സർപ്പം പോലത്തെ രേഖ കൊടുത്തല്ലോ. കോഴിക്കോട് കിനാലൂർ ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്, അത് തരാം. അവിടെയാണ് തുടങ്ങേണ്ടത്. ഒരു ഫലം ഉണ്ടായിട്ടില്ലല്ലോ. ഒരിക്കലും എന്നോട് നോ പറഞ്ഞിട്ടില്ല. അതാണ് തമാശ. ഞാൻ അവിടെ ചെല്ലുമ്പോഴെല്ലാം വളരെ സൗഹൃദത്തിൽ മിനിസ്റ്റർക്ക് തരും, ഉറപ്പായിട്ടും തരും. ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. ഇവിടെ വന്നിട്ട് പത്രക്കാർ ഇവിടെ ഒരു സന്ദർശനത്തിന് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു മീറ്റിംഗ് നടത്തുന്നതിൻ്റെ ഇടയിൽ പത്രക്കാരെ കണ്ടപ്പോൾ അപ്പോഴും ചോദിച്ചു. അപ്പോഴും പറഞ്ഞു മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടും തരും. ഞാനൊരു ദിവസം നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ചെന്നു, നഡ്ഡാജിയുടെ അവിടെ ചെന്നു. നല്ല പെരുമാറ്റമായിരുന്നു, കാപ്പിയൊക്കെ തന്നു. അപ്പം ഞാൻ ചോദിച്ചു, സർ എന്താ തരാത്തത്? ഞങ്ങൾക്ക് ശേഷം മറ്റു പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തല്ലോ. കേരളം ഈ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവാൻ പറ്റിയ ഒരു ടെറൈനാണ്. ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു അത് ഫേസ്ഡ് മാനറിൽ തരും. ഞാൻ പറഞ്ഞു ഇല്ല സർ, ഇപ്പോൾ എത്ര വർഷമായി അത് തരുന്നില്ല. ദിസ് ഈസ് പൊളിറ്റിക്സ്, മറ്റൊന്നുമല്ല, പൊളിറ്റിക്കലായിട്ടുള്ള ഗ്രഡ്ജാണ്. അദ്ദേഹം ചിരിക്കുക മാത്രം ചെയ്തു. സൗഹൃദത്തിനോ സന്ദർശനത്തിനോ ഒരു കുറവുണ്ടായിട്ടില്ല. ടീച്ചർ പലവട്ടം കണ്ടിട്ടും കേരളത്തിലേക്ക് എയിംസ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ടീച്ചർ മനസ്സിലാക്കേണ്ടത് ടീച്ചറുടെ മുഖ്യമന്ത്രി ഒപ്പിട്ട ഫയൽ വരെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞങ്ങളും പോയിട്ടുണ്ട്. ഒരു സ്ഥലവും കേരളത്തിലെ ഒരു പ്രത്യേകമായിട്ട് ഒരു ജില്ലയും ഒരു സ്ഥലവും വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടില്ല. രാഘവേട്ടൻ കോഴിക്കോട്ടിലെ MP ഇങ്ങനെ ഒരു പൊതു ചർച്ചയുടെ ഭാഗമായിട്ട് പറയരുത്. ടീച്ചർ ഒരു കാര്യം ആരോഗ്യമന്ത്രിയായിരുന്നു. കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തത് എനിക്കറിയാം. ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. 4 പോയിന്റുകളാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി കൊടുത്തത്. ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് എയിംസ് കിട്ടുമായിരുന്നു. എനിക്കൊന്ന് ഇടപെടേണ്ടതായിട്ട് വരുന്നു. VP സുഹൃത്തെ പോലെ ഒരാൾ ആ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അതെ, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഞാൻ സുഹൃത്തെ തന്നെ നേരിട്ട് അത് തന്നെയാണ് പറഞ്ഞത്. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ശ്രീമതി BP സോറയാണ്. മാം ചോദിക്കാം, ആരോടാണ് ചോദിക്കാനുള്ളതെന്ന്. 1980കളുടെ ആദ്യത്തിൽ ഒരു സോഷ്യലിസ്റ്റ് നേതാവായ മധു ദണ്ഡവാദയുടെ ഭാര്യ MLA ആയ പ്രമീള ദണ്ഡവാദെ 33% സംവരണത്തിന് വേണ്ടിയിട്ട് ഒരു അനൗദ്യോഗിക ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 40 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ യാതൊരു മാറ്റവും വരാത്ത രീതിയിലാണ് ഇപ്പോൾ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. ഈ 40 വർഷത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ 33% അതൊരു മാറ്റം വന്നില്ല എന്ന് മാത്രമല്ല, ഒന്നിലും അത് മാറ്റം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സംവരണം ഉണ്ടാവുമ്പോഴൊക്കെ തന്നെ നീഡ് ഇമിറ്റേഷനെ പറ്റിയോ സെൻസസിനെ പറ്റിയോ ഒന്നുമുള്ള ഒരു ഉപാധികളും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ പ്രതിപക്ഷ നേതാക്കളുടെയും പ്രതിപക്ഷ അംഗങ്ങളുടെ എല്ലാം പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ഈ ബിൽ പാസ്സാവുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ബില്ല് ഒരു ദശാബ്ദം വരെ കാത്തു നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചത്? അതിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രീമതി ശോഭാ സുരേന്ദ്രനൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ബില്ല് ഭേദഗതി ചെയ്തുകൊണ്ട് ഈ 2014 വരുന്ന പാർലമെൻറ്റ് സഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള സംവരണം 33% സംവരണം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുമോ? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവരെല്ലാവരും ഇവിടെ ലിംഗനീതിയും ലിംഗസമത്വവും ഭരണഘടനയും ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ മുസ്ലിം സ്ത്രീകളാണ്. മുസ്ലിം സ്ത്രീകളുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്തുടർച്ചാവകാശം, ഈ പിന്തുടർച്ചാവകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പം നമ്മൾ കേരള ഗവൺമെൻറ്റിനെ സമീപിച്ചു. കേരള ഗവൺമെൻറ്റിൻ്റെ അധികാരം വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പം കേരള ഗവൺമെൻറ് ഞങ്ങൾക്ക് അയച്ച കത്ത് ഇത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഞങ്ങൾ ഡൽഹിയിൽ പോയി അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ആരുടെയും സഹായമില്ലാതെ പ്രൊട്ടസ്റ്റ് ചെയ്തു. നമ്മുടെ ലോ കമ്മീഷൻ ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങളോട് എല്ലാ വിവരങ്ങളും ചോദിച്ചു. കുറേ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം
മന്ത്രിമാരുടെ ഇടയിൽ നിന്ന് അവിടുന്ന് കേന്ദ്രമന്ത്രിയുടെ കത്ത് പിന്നെ ഫോൺ വന്ന് ഞങ്ങളെ എല്ലാ പേപ്പേഴ്സും അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലുള്ള കേസിനെ കുറിച്ചൊക്കെ അതൊക്കെ അയച്ചു കൊടുത്തിട്ടും ഇതുവരെയും ഒരു പരിപാടിയും ഉണ്ടായിട്ടില്ല. അപ്പം ഈ വിഷയങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടുകൾ എന്താണ്? ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആദ്യമായിട്ട് ബില്ല് അവതരിപ്പിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്. 60 വർഷത്തിലധികം ഒരു കുടുംബം തന്നെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തതിന് ശേഷവും ശ്രീമാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നു ഈ ബില്ല് അവതരിപ്പിക്കാൻ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു നേരത്തെ ആകാമായിരുന്നു എന്നുള്ള ആഗ്രഹവും പ്രതീക്ഷയും ഇവരെ പോലെ തന്നെ എനിക്കുമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട ഒരു ബില്ലിനെ ഏറ്റവും വേഗം അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം കൂടെ നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ പോയിന്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം ടീച്ചർ. അതായത് രാഹുൽ ഗാന്ധി പറയുന്നത് ജാതി തിരിച്ചുകൊണ്ടുള്ള ഒരു സെൻസസ് വേണമെന്നാണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്? അത് ലല്ലു പ്രസാദ് യാദവിനെ പോലെ മുലായം സിംഗിനെ പോലെ ഇതിനകത്ത് ഈ ബില്ല് ഒരിക്കലും വരരുത് എന്ന് തീരുമാനമെടുക്കുന്ന ആളുകൾ INDIA ഈ ഇന്ത്യ മുന്നണിക്കകത്ത് അവർ നിൽക്കുകയാണ്. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനകത്തുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ബില്ലിനെ ശക്തമായിട്ട് വരണം എന്ന് ആവശ്യപ്പെടാൻ സാധിക്കില്ല. കാരണം അപ്പോൾ പാർലമെന്റിലെ സീറ്റുകളുടെ എണ്ണം കുറയും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുകയും വേണം. ഈ ബില്ലിനെ എത്രയും പെട്ടെന്ന് വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഒരു ഹിതത്തെ നരേന്ദ്രമോദിക്ക് എതിരാക്കിയിട്ട് മാറ്റുകയും വേണമെന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വശം എന്ന് പറയുന്നത്. അങ്ങേപ്പോലുള്ള ആളുകൾ ഇന്ത്യയിൽ ഉയർത്തിവിട്ടിട്ടുള്ള മുസ്ലിം ജനങ്ങൾക്കിടയിലുള്ള വിഷയം തന്നെയാണ് ശ്രീമാൻ നരേന്ദ്രമോദി ചർച്ച ചെയ്തുകൊണ്ട് ഒരു മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചുള്ള നിയമം അത് രാജ്യത്ത് പാസ്സാക്കിയത്. പൗരത്വ നിയമം അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ജനങ്ങളെ തന്നെ അവരുടെ മനസ്സിന്റെ അംഗീകാരത്തെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഏക സിവിൽ കോഡ് വരുന്ന സമയത്ത് അങ്ങ് ചോദിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകും. 2010 യോഗി ആദിത്യനാഥിന്റെ യൂട്യൂബിനകത്ത് വീഡിയോ ഈ റിസർവേഷൻ ബില്ലുമായി വന്ന സാധനം ഞാൻ കണ്ടതാണ്. കണ്ട സാധനത്തിനെ നിഷേധിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ടാമത് UN-ന്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായി ഓരോ രാജ്യങ്ങളും അതിന് മെമ്പർ കൺട്രീസ് ഏറ്റെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് 90-കൾക്ക് ശേഷം നമ്മളിവിടെ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ നിർദ്ദേശങ്ങൾ മെമ്പർ കമ്മിറ്റീസ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നടപ്പിലാക്കിയെന്ന് സ്പീച്ചിൻ്റെ അടുത്ത് അതൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി വാച്ച് ചെയ്താൽ മനസ്സിലാവും. അതുകൊണ്ടാണ് റിസർവേഷൻ ബില്ല് കൊണ്ടുവന്നതെന്നും അതിന് നടപ്പിലാക്കുന്നത് 2029 ആകുന്നുണ്ടെങ്കിൽ അങ്ങനെയാണോ എന്ന് കേട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ പ്രസംഗം നിങ്ങൾ കേൾക്കുക. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു കെയർ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ കുറിച്ച് റിസർവേഷൻ ഇപ്പം എല്ലാ സ്ത്രീകളും അവിടെ പോയിരിക്കണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ എങ്ങനെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്? കാരണം ഞാൻ ഞാൻ പറയാൻ കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ കാര്യം പറയാൻ പറ്റൂ. എൻ്റെ മക്കൾക്ക് 10 വയസ്സാകുന്നത് വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം, വൃദ്ധരായവരെ നോക്കേണ്ട 16% വൃദ്ധജനങ്ങളുള്ള കേരളത്തിൽ നിന്നുകൊണ്ട് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ട് ആൾക്കാരുടെ ഉത്തരവാദിത്തം പൂർണ്ണാർത്ഥ സ്ത്രീകളുടെ തലയിൽ വരുന്ന സമയത്ത് കുട്ടികളെ നോക്കാൻ ഒരു സംവിധാനം ഇല്ലാത്തിടത്ത് നമ്മൾ എന്ത് സംവിധാനത്തിൻ്റെ അകത്ത് ഈ സ്ത്രീകളുടെ ജനറൽ റോളുകളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നയപരിപാടികളിലേക്ക് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് 3 പേരോട് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് സ്ത്രീകളുടെ അല്ലെങ്കിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട്, അതാണോ പെണ്ണോ ട്രാൻസ്ജെൻഡറോ എന്നുള്ളതല്ല, നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയം അത്തരത്തിലേക്ക് എന്നാണ് വരിക. നമ്മൾ പറയുന്ന ഈ കെയർ ഇക്കോണമി എന്ന് പറയുന്ന സാധനം പാഠ്യപദ്ധതിക്കകത്ത് ഉൾപ്പെടുത്താൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ആ രീതിയിലേക്കുള്ള സീരിയസ് ആയ ചർച്ചകൾ നടത്താതിരിക്കുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മളെല്ലാം കരുതിയത് എന്താ? ഈ മതേതര രാഷ്ട്രത്തിൽ എങ്ങനെയാണ് കാര്യം കൈകാര്യം ചെയ്യുക? പൂർണ്ണമായി ജനാധിപത്യപരമായിട്ടായിരിക്കണം. ഒരു മതത്തിനും ഭരണാധികാരത്തിൽ അമിതമായ പങ്കാളിത്തം ഉണ്ടാവരുത്. എന്നാൽ എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസവും പ്രാർത്ഥനയൊക്കെ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് നിലനിൽക്കെ തന്നെ വളരെ പ്രാകൃതമായ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആചാരങ്ങൾ ഇല്ലാതാവണം. അത് ഏത് മതമായാലും ശരി. സയൻറ്റിഫിക്കായിട്ട് ഈ സമൂഹത്തെ മാറണം. ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു, ഓൾ സൊസൈറ്റീസ് ആർ നോർമലി കൺസർവേറ്റീവ് ബട്ട് അവർ സൊസൈറ്റി ഈസ് മോർ ദാൻ നോർമലി കൺസർവേറ്റീവ്. ഇന്ത്യൻ സമൂഹം പതിവിൽ കഴിഞ്ഞ യാഥാസ്ഥിതികമാണ്. ആ യാഥാസ്ഥിതിക സമൂഹത്തെ ശാസ്ത്രവൽക്കരിക്കുകയാണ് നിങ്ങളുടെ ജോലിയെന്ന്. അത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉന്നതരായ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലടക്കം അന്ധവിശ്വാസം നിലനിൽക്കുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇരുളാണ്ട സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ഭരണപരമായ ഇടപെടൽ നടത്തേണ്ടത് ഇന്ത്യ ഭരിക്കുന്നവരാണ്. സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്നവർ ആ ഒരു ദിശയിലേക്കല്ല പോകുന്നത് എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്.
ആ അന്ധവിശ്വാസവും സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളുടെ രണ്ടാന്തരം പൗരത്വവും ഒക്കെ അരക്കിട്ടുറപ്പിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇന്ത്യൻ ഭരണാധികാരികൾ പോയി എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ സമൂഹം ഇന്നും ഇതുപോലെ സ്ത്രീ വിരുദ്ധതയുള്ള സമൂഹമായി നിൽക്കുന്നത്. മുത്തലാഖിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മുത്തലാഖ് ചൊല്ലുന്നത് തെറ്റാ. ഏതായാലും അതിൽ നിന്ന് മുസ്ലിം സ്ത്രീകളെ രക്ഷിച്ചു എന്നാണ് വാദമെങ്കിൽ അത് അംഗീകരിക്കാം. തലാഖ് ചൊല്ലുന്നത് ശിക്ഷയാണ്. പക്ഷേ ഒരു സമൂഹത്തിൽ തലാഖ് ചൊല്ലുന്നത് ക്രിമിനൽ കുറ്റവും എന്നാൽ ഒരു ഹിന്ദു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് സിവിൽ നടപടിക്രമമായിട്ട് വേർതിരിച്ചത് എങ്ങനെയാണ്? എന്തൊരു വേർതിരിവാണിത് മനുഷ്യന്മാർ തമ്മിൽ. അതുകൊണ്ടാണ് ആ മുത്തലാഖ് ശരിയായ മനോഭാവത്തോടു കൂടിയല്ല നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് ഞങ്ങൾക്കെല്ലാം പറയേണ്ടതായിട്ട് വന്നത്. ഇവിടെ മനുഷ്യരെ വേർതിരിക്കുക, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, അത് ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ കൂടുതൽ അടിമത്തത്തിലേക്ക് സ്ത്രീകളെ തള്ളിവിടാനാണ് അത് കാരണമാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിലേക്ക് നമ്മൾ വളരെ സമർത്ഥമായിട്ട് ഇടപെടുന്നില്ലെങ്കിൽ ഇന്നത്തേക്കാൾ ക്രൂരമായിട്ടുള്ള അടിമത്തത്തിലേക്ക് സ്ത്രീകൾ പോകും. സ്ത്രീകളുടെ മോചനം, വീട്ടടിമത്തത്തിൽ നിന്ന് മോചനപ്പെട്ട് നമ്മൾ സാമൂഹ്യാധ്വാനത്തിലേക്ക് കൂടുതലായിട്ട് സ്ത്രീകളെ കൊണ്ടുവന്ന് ഏണിംഗ് മെമ്പർമാരാക്കി മാറ്റി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരാക്കി മാറ്റുമ്പോഴേ സ്ത്രീ സ്വാതന്ത്ര്യം പൂർണ്ണമാവും. അതിന് സംവരണമാണ് ആവശ്യമെങ്കിൽ സംവരണം കൊണ്ടുവരണം. മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങളാണ് ആവശ്യമെങ്കിൽ അത് കൊണ്ടുവരണം. ഡോക്ടർ മല്ലിക ഇവിടെ ഉയർത്തിയിട്ടുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അതിന് കൃത്യമായ മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. ഇന്ത്യയുടെ സ്ഥിതി കുറച്ച് റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ദുരഭിമാന കൊലകളടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പോലും ഉണ്ടായി എന്നുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിലേക്ക് അത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ വല്ലാതെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ, സാക്ഷരതയിലൊക്കെ മുന്നിലാണ്. സ്ത്രീ ശാക്തീകരണത്തിൽ, സ്ത്രീകളുടെ രാഷ്ട്രീയ ഇടപെടലുകളിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൊക്കെ മുന്നിലാണെന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലും ഒക്കെ നടന്നു വരുന്ന ഓരോരോ സംഭവങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കാം. സ്ത്രീകളുടെ ഫുഡ്, ഷെൽട്ടർ, സെക്യൂരിറ്റി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സ്വാശ്രയത്വം, ഇവിടെ ഡോക്ടർ മല്ലിക ഉന്നയിച്ചതുപോലെയുള്ള ജെൻഡർ ഇഷ്യൂസ്, വൃദ്ധരുടെ ഈ 16% വൃദ്ധർ ഉണ്ടാകുമ്പോൾ അത് സ്ത്രീ മാത്രമാണ് അവരെ നോക്കേണ്ടത് എന്നുള്ള പറഞ്ഞു വെക്കുന്ന വല്ലാത്ത ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം, ഇതൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന പിന്നോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നോട്ട് നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്നല്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമൂഹിക, രാഷ്ട്രീയ, പൗരോഹിത്യ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ആ പിന്നോട്ട് പോക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായ കാര്യത്തിൽ. ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒട്ടേറെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പദ്ധതി രൂപീകരണ വേളയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട്. ഇപ്പോഴും നമ്മൾ സ്ത്രീകളെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊന്ന് പോകാനുള്ള പൊതു ടോയ്ലറ്റുകളില്ലാത്ത സംസ്ഥാനം കൂടിയാണ് കേരളം. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എവിടെയാണുള്ളത്? പലതവണ പല പദ്ധതിയിലും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് പരിഗണന കൊടുക്കാൻ എന്തുകൊണ്ടോ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിയാതെ പോയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ സമ്മതിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു പുതിയ ഒരു അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അഭിപ്രായ രൂപീകരണ സമിതികൾക്കൊക്കെ രൂപം കൊടുക്കുമ്പോൾ അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ, എൻ്റെ കൊടി പിടിക്കുന്ന ആളുകളെ, എൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ എന്നുള്ളത് മാറ്റിക്കൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടെ അടുത്ത ബഡ്ജറ്റിൽ തന്നെ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ആ ഒരു ജെൻഡർ പോളിസികൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ്. അല്ല, അത് തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഉത്തരം പറയേണ്ടത് കേരളം ഇത്രയും കാലം പതിറ്റാണ്ടുകൾ ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളാണ്. അവരുടെ 2 പ്രതിനിധികൾ തന്നെയാണ് അതിന് ഉത്തരം പറയാൻ ആപ്റ്റായിട്ടുള്ള ആളുകൾ. കാരണം ടീച്ചർ ഇപ്പോഴും ഈ ചർച്ചയിൽ പറഞ്ഞ എന്താണ്, നിയമസഭയിലേക്കാണെങ്കിലും പാർലമെൻറ്റിലേക്കാണെങ്കിലും ജയിക്കാൻ സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ അതിനർത്ഥം എന്താണ്, സ്ത്രീകൾക്ക് ജയിക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ടും പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു വ്യത്യാസം കേരള നിയമസഭയ്ക്കകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭരണം നിർമ്മിക്കുന്ന വേദിയിൽ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന വേദിയിൽ, അഡ്മിനിസ്ട്രേഷൻ സ്കിൽ തെളിയിക്കേണ്ട വേദിയിൽ, വിവിധങ്ങളായിട്ടുള്ള വേദികളിൽ സ്ത്രീകൾക്ക് കടന്നു വരാതിരിക്കാനായിട്ടുള്ള തട,
ആ തട തീർച്ചയായിട്ടും ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ രണ്ട് പാർട്ടികളും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പോളിസി ഇല്ലാതായി പോയിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒറീസയിൽ പോയിരുന്നു. ഒറീസയിൽ ഒരു സ്ത്രീക്ക് ഒരു മാസം പണിയെടുത്തു കഴിഞ്ഞാൽ, വീട്ടുപണി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന രൂപ 300 രൂപ. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ബെറ്റർ പൊസിഷനാണ്. അത് നിങ്ങൾ പുറത്തൊന്ന് ഇന്ത്യയിൽ മൊത്തം ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നുള്ള ചർച്ചയാണ് വേണ്ടത്. കേരളം മോശമാണെന്ന് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നോക്ക്. നമ്മളിപ്പം ഗുജറാത്തിൽ പോയിരുന്നു. ഗുജറാത്തിലെ അനന്ത് ഗ്രാമത്തിലെ വില്ലേജിൽ രജപുത്ത് ഗ്രാമത്തിൽ പോയിരുന്നു. അവിടെയൊക്കെ ജാതി പഞ്ചായത്തുകളാ, ജാതി ഗ്രാമങ്ങളാണ്. ആ സ്ഥലങ്ങളിലൊക്കെ പോയത് അവിടെ 60കൾ, കേരളത്തിലെ 60കളിലെ ഇവൾ ട്രൈബൽ കോളനികൾ പോലും ഇല്ലാത്ത രീതിയിലേക്കുള്ള അവസ്ഥയിലാണ് അവിടുത്തെ ഉത്തർപ്രദേശിനെയും ഗുജറാത്തിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഭരണകൂടത്തെ ന്യായീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി പോസിറ്റീവായി ചർച്ചകളെ കൊണ്ടുപോകാൻ. ചർച്ച പോസിറ്റീവ് ആവണമെങ്കിൽ രാഷ്ട്രീയത്തിന്റെ മേലങ്കി മാറ്റി വെച്ചുകൊണ്ടുള്ള ചോദ്യം ചോദിക്കണം. ചർച്ച പോസിറ്റീവ് ആകണമെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല നിങ്ങൾ ഉത്തരം പറഞ്ഞു. നിങ്ങൾ പറയും കേരളം പ്രശ്നം, കേരളത്തിലല്ല പ്രശ്നം. അപ്പൊ നിങ്ങൾ അല്ലല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ഞാൻ ഒരു 2 ചോദ്യങ്ങളോട് ചോദിച്ചത്, അത് ഉത്തരം പറഞ്ഞോ? 2010 യോഗി ആദിത്യനാഥ് യൂട്യൂബിലുണ്ട്. ഞാൻ പറയുന്നു, യൂട്യൂബിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നിഷേധിക്കോ? യുഎന്നിന്റെ നിർദ്ദേശം നിങ്ങൾ തന്നെ സ്പീച്ചിൽ പറഞ്ഞു. ഞാൻ ഉത്തരം പറയട്ടെ സാർ. നിങ്ങൾ ചോദിച്ചല്ലോ, ഞാൻ ഉത്തരം ഞാനും ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇതിനല്ലേ ചെയ്യുന്നത്. മറ്റൊരു സംസാരിക്കുന്ന സമയത്ത് ഇടച്ചിക്കറി നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയും. നിങ്ങൾ കാണിച്ചത് നേതൃത്വമാണ്. നിങ്ങൾ പൊളിറ്റിക്കൽ ലീഡറാണ്. നിങ്ങൾ കാണിക്കുന്നത്, ഞങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഉന്നയിച്ച യോഗി ആദിത്യനാഥിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ ഒരു ടീം കഴിഞ്ഞ 2 മാസം മുമ്പ് യോഗി ആദിത്യനാഥുമായിട്ട് സംസാരിച്ചവരാണ്. ഇവിടെ നിന്ന് പോയ ആളുകളുടെ കൂട്ടത്തിൽ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരുണ്ടായിരുന്നു, നഗരസഭയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ 26 പേരുടെ ടീമാണ് യോഗി ആദിത്യനാഥിനെ കാണാൻ പോയത്. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ മനുസ്മൃതിയെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ഉണ്ടാക്കി ഈ പച്ചക്കള്ളം യോഗി ആദിത്യനാഥിന്റെ ശബ്ദത്തെ ഡബ് ചെയ്തുകൊണ്ടുണ്ടാക്കിയതാണ്. അതാരാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ തീരുമാനം. നിങ്ങൾ കുറെ ആളുകൾ ഇപ്പൊ ടീച്ചർ പറയുകയാണ് കല്ലുമാല സമരം ഉണ്ടായി കേരളത്തിൽ, ഞങ്ങൾ വളരെയധികം പുരോഗമനം കൊണ്ടുവന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി സ്വാമികൾ ഉൾപ്പെടെയുള്ള നവോത്ഥാന പ്രവർത്തനത്തിന് വേണ്ടി ഉഴുതുമറിച്ച മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിത്തുപാകി. അന്ന് തമ്പുരാന്റെ മുന്നിൽ ചെന്ന് നിന്ന പെൺകുട്ടിയെ കുറിച്ച് ടീച്ചർ പറഞ്ഞു. അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ചില തമ്പുരാക്കന്മാരുടെ പത്തായപ്പുറങ്ങളിലേക്ക് കേരളത്തിലെ മുഴുവൻ ജനാധിപത്യത്തിനും ജനങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള സമ്പത്ത് മുഴുവൻ ഇന്ന് കണ്ണൂരിലെ തമ്പുരാന്റെ പത്തായപ്പുറയിലേക്ക് പോകുന്നുവെന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ യോഗി ആദിത്യനാഥിന്റെ സ്പീച്ച് പറഞ്ഞത് പച്ചക്കള്ളമാണ്. കള്ളം പറയുന്ന ആൾക്കാരെ സംബന്ധിച്ച് ബാക്കിയുള്ളവർ മുഴുവൻ പറയുന്നത് കള്ളായി തോന്നും. നിങ്ങൾ സംസാരിക്കുന്ന പൂർണ്ണ അർത്ഥത്തിൽ കള്ളായതുകൊണ്ട് തോന്നും ബാക്കിയുള്ളവർ പറയുന്നത്. വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ഇപ്പോൾ പണ്ടത്തെക്കാളും ഇപ്പോൾ പല മേഖലകളിലും സ്ത്രീകൾ വളരെയധികം കഴിവ് തെളിയിക്കാനും തിളങ്ങാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടില്ല എന്നതാണ്. ഈ പല മേഖലകളിലും തിളങ്ങുമ്പോൾ ഇത് മോശമാണെന്നും സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരാണെന്നും കുട്ടികളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കേണ്ടവരാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് അപവ്യൂഹങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ പല സ്ത്രീകളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഉയർച്ച ഇതുവരെ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ സംവരണം വരുമ്പോൾ ഈ അപവ്യൂഹങ്ങൾ ഉണ്ടാവാതിരിക്കുമോ? ഒരു പക്ഷേ ടീച്ചർക്കാണെങ്കിലും സ്ത്രീ എന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. ഇപ്പോൾ സംവരണം വന്നതുകൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുമോ? ഇന്ത്യൻ സമൂഹം മൊത്തത്തിലെടുത്താൽ ഒരു മുതലാളിത്ത ഫ്യൂഡൽ സമൂഹം, ഫ്യൂഡലിസവും മുതലാളിത്തവും കെട്ടുപണിഞ്ഞ് കിടക്കുകയാണ്. ചിലയിടങ്ങളിലെല്ലാം മുതലാളിത്തത്തിൻ്റെ വളർച്ചയുണ്ടാകുമ്പോൾ ഈ ഫ്യൂഡലിസത്തിൻ്റെ കെട്ടുപാടുകളെ തകർത്തുകൊണ്ടാണ് മുതലാളിത്തം വളർന്നു വരിക. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഫ്യൂഡലിസവും മുതലാളിത്തവും കൈകോർക്കുകയാണ്. ഫ്യൂഡലിസത്തിൻ്റെ ഏറ്റവും അളിഞ്ഞ മുഖം ജാതി വ്യവസ്ഥയാണ്. ആ ജാതി വ്യവസ്ഥ, ചാതുർവർണ്ണ വ്യവസ്ഥയൊക്കെ ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. കേരളത്തിൽ പ്രകടമായിട്ടതില്ലാത്തത് ശ്രീനാരായണ ഗുരുദേവനും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസിൻ്റെ ആദ്യകാലത്ത് കേളപ്പനെ പോലുള്ള നേതാക്കന്മാരും എല്ലാം അടക്കം അന്ന് നടത്തിയിട്ടുള്ളൊരു പരിശ്രമമുണ്ട്. ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ആ കടുത്ത ജാതി വ്യവസ്ഥ മാറ്റാൻ നമുക്ക് സാധിച്ചത്. പക്ഷേ ആ ജാതി വ്യവസ്ഥ ഇന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ്.
അത് കേരളത്തെ പഴയ നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിന് കാരണമാക്കും. അത് പാടില്ല. ഒന്ന്, നല്ല മതേതര മനോഭാവവും ജാതിഭ്രാന്തില്ലാത്ത മനോഭാവവും ശാസ്ത്രബോധവും വളരണം. ഈ കേരളത്തിലും സ്ത്രീകൾ മുന്നോട്ട് വന്നുവെങ്കിലും 3000 രൂപ കൊടുത്തൊരു മഹാലക്ഷ്മി യന്ത്രം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന സ്ത്രീകളില്ലേ? അവരിപ്പോഴും ആ ഒരു അടിമത്തത്തിൽ നിർത്താൻ സാധിക്കുന്നുണ്ട്. അതിന് കാരണം മുതലാളിത്തവും ഫ്യൂഡൽ അന്ധവിശ്വാസത്തെ കച്ചവടമാക്കി മാറ്റുന്നു. ഇന്ന് ടി വിയിൽ കാണുന്ന പരസ്യം കോടികൾ ചെലവഴിച്ചിട്ടുള്ള പരസ്യ, മഹാലക്ഷ്മി യന്ത്രം, വലംപിരി ശംഖ്, ഇതെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ബാങ്ക് ലോൺ അടയോ? ഇതെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ സ്ത്രീകൾക്ക് ഇന്ന് അനുഭവിക്കുന്ന അസമത്വം ഇല്ലാതാക്കാൻ പറ്റുമോ? ആ അന്ധവിശ്വാസങ്ങളെ പെരുപ്പിക്കുന്ന ചില ശക്തികൾ വളർന്നു വരുന്നു എന്നുള്ളത് ഭീതിയോടെ കാണണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് എനിക്ക് കേരളത്തിൽ ഒരുപാട് മുന്നോട്ട് വന്നു, നല്ല മാറ്റമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തൊരു വനിതകളുടെ ഒരു സംരംഭകത്വത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയി. എന്ത് സ്മാർട്ടായിട്ടാണ് സ്ത്രീകൾ സംരംഭകത്വത്തിൽ വന്ന് വലിയ തോതിൽ ആ മേഖലയിൽ ശോഭിക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ നാട്ടിൻപുറത്തെ സാധാരണ സ്ത്രീയും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി എന്നതിനർത്ഥമല്ല. അവരെ കൂടി കൊണ്ടുവരുമ്പോൾ മുഴുവൻ സ്ത്രീകളെയും ഞങ്ങൾക്കിതാകും എന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ പുരുഷന്മാരും സ്ത്രീകൾ തങ്ങളെപ്പോലെ തുല്യമായിട്ട് ചെയ്യാൻ കഴിയുന്നവരാണ് എന്ന് അംഗീകരിക്കുന്ന അവസ്ഥ വരുമ്പോഴേ സ്ത്രീ പുരുഷ സമത്വം സാധ്യമാവും. മറ്റൊരു സംസ്ഥാനത്തേക്കാളും കൂടുതൽ ചെയ്യാൻ കഴിയുക നമുക്കാണ്. ഇവിടെ ഏത് പാർട്ടിയും ആയിക്കോട്ടെ, സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. ആ അവസരത്തെ കരുത്ത് പിടിപ്പിക്കുന്നതിന് ഭരണാധികാരി വർഗവും തീരുമാനിക്കണം, കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റും തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ ഒരു കാര്യമാണ് ജെൻഡർ ബഡ്ജറ്റും ജെൻഡർ ഓഡിറ്റും ഒക്കെ കേരളത്തിൽ കൊണ്ടുവരാനിടയായത്. ബീഹാറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ആലുവയിലെ ആ പെൺകുട്ടി അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയിരുന്നു അവരെ കാണാൻ വേണ്ടി. അപ്പോൾ ആ ചെറുപ്പക്കാരനും ഭാര്യയും അയാൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത്, ടീച്ചർ, എൻ്റെ സംസ്ഥാനത്ത് എൻ്റെ നാട്ടിൽ ജോലി ചെയ്താൽ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ചെറിയ കൂലിയേ കിട്ടുള്ളൂ, ഇവിടെ നല്ല കൂലി കിട്ടും. അതുമാത്രമല്ല, ഞാൻ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസമാണ് എന്നെ ആകർഷിച്ചത്. ഇവിടെ സ്കൂളിൽ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കുട്ടികളെയും പഠിപ്പിക്കും, ഇന്ത്യൻ പൗരന്മാരാണ്, ബീഹാർ ആയാലും കേരള ആയാലും അവർക്കിവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഗതി വരരുത്, കേരളത്തിലാവുമ്പോൾ നല്ല വിദ്യാഭ്യാസം കിട്ടും. അതിനാണ് മക്കളെയും ഭാര്യയെയും കൊണ്ടുവന്നത്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ 2ാം ക്ലാസ്സിലുള്ള മകൾ നന്നായി മലയാളം പറയുകയും എഴുതുകയും ചെയ്യുമായിരുന്നു. ശരി, കണ്ണിൽ വെള്ളം വന്നു ആ ചെറുപ്പക്കാരൻ്റെ കണ്ണിലെ, അത് പറയുമ്പോഴുള്ളൊരു പ്രകാശം, അതോടൊപ്പം തിളങ്ങി വന്ന കണ്ണുനീർ. ഇതാണ് കേരളം. ആ വ്യത്യാസം ഉൾക്കൊണ്ടുകൊണ്ട് വേണം കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ബാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ഇടപെടാൻ. അല്ലാതെ വെറുതെ കുറേ ശബ്ദം എടുത്ത് ശണ്ട കൂടിയതുകൊണ്ട് നമുക്കെന്താ നേടാൻ കഴിയുക? രാഷ്ട്രീയം വേണം. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റിന് എത്ര കാശുണ്ട്, അതെങ്ങനെയാണ് ചെലവഴിക്കുന്നത്, പ്ലാനിങ് എങ്ങനെയാണ്, ഏത് മേഖലയിലാണ്, സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ആസൂത്രണം ചെയ്യുന്നു, തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് ആസൂത്രണം ചെയ്യുന്നു, അത് പോരെങ്കിൽ പോരാ എന്ന് പറയുന്നതിൻ്റെ പേരാ രാഷ്ട്രീയം. നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ പേരാ രാഷ്ട്രീയം. ആ രാഷ്ട്രീയ മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വരുമ്പോൾ മറ്റെല്ലാ മേഖലയിലുമുള്ള ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അത് കേരളത്തിൽ കുറവാണെങ്കിലും തീരെ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അതാണ് പുരുഷ മേധാവിത്വ, പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അതിൻ്റെ പോരായ്മ രാഷ്ട്രീയത്തിൻ്റെ മേഖലകളിലും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ചാണ് എല്ലാവരും ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. എന്നാൽ പുരുഷന്മാരാകെ ഇതിനെതിരാന്നല്ല, സ്ത്രീ സമത്വത്തിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുന്ന പുരുഷന്മാരടങ്ങിയതാണ് നമ്മുടെ സമൂഹം. പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിനെതിരെ പറയുമ്പോൾ എല്ലാ പുരുഷന്മാർക്കും എതിരായിട്ടുള്ള സമരമല്ല. ആരാണോ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള സമൂഹത്തിൽ സമത്വം വേണമെന്ന് അനുശാസിക്കുന്നത്, ആ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് അത്തരമൊരു സൊസൈറ്റി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെതിരായിട്ടുള്ള മേധാവിത്വത്തിനെതിരെ, സ്ത്രീകൾക്ക് മേധാവിത്വം, ഈ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ അംശം സ്ത്രീകൾ കാണിക്കുന്നില്ലേ? ചിലയിടത്ത് ഷാനിമോൾ പറയുമ്പോഴാണ് ഞാൻ ഓർത്തത്, ഒരു വിഭാഗത്തിലെ സ്ത്രീകൾ മറ്റൊരു വിഭാഗത്തിലെ സ്ത്രീകളെ പോയിട്ട് ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള നാടല്ലേ ഇത്? കേട്ടില്ലേ? അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് മാത്രം എല്ലാം ശരിയും പുരുഷനായതുകൊണ്ടെല്ലാം തെറ്റുന്നുള്ളതല്ല. ആ സാമൂഹ്യ മനോഭാവത്തിനെതിരായിട്ടാണ് നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് പോരാട്ടം നടത്തേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ തന്നെ ഇത്രയും സ്ത്രീകൾ ഇവിടെ കൊണ്ടുവന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം പഴയ പോലെയല്ല, സ്ത്രീകൾ ഒത്തുചേരുമ്പോൾ കൈവളകളുടെ കിലുക്കമല്ല, ചിന്തകളുടെ കലമ്പലാണ് ഉണ്ടാവുന്നതെന്ന് ഇപ്പോൾ അവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഈ ഒരു സ്ത്രീകൾക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതാണ് കാളിദാസൻ മുൻപ് പാടിയിട്ടുണ്ട്, സ്ത്രീണാം അശിക്ഷിത പടുത്വം അമാനുഷേഷു. സ്ത്രീയുടെ അമാനുഷികമായിട്ടുള്ള
കഴിവ്, അവളുടെ തൻ്റെ ഇടം, അവളുടെ തൻ്റെ ഇടം അമാനുഷികമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ സംവരണത്തിനെ പറ്റി പറയണ്ടേ. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടോ? ഇപ്പോൾ ഈ ഇത് വന്നാൽ 33% ഇത് വന്നാൽ സ്ത്രീകൾ ഒരുപാട് കഴിവുള്ളവർ മുന്നോട്ട് വരും. പക്ഷേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മേഖലയാണ്. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ എഴുത്തുകാരിയായ സമയത്ത് എന്നോട് പലരും ചോദിച്ചിരുന്നു, നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരുന്നോ? ചോദിച്ചിട്ടുണ്ട് പലരും. പക്ഷെ അന്ന് എനിക്ക് ധൈര്യമില്ല. കാരണം അത് എന്നെപ്പോലുള്ള തരളഹൃദയരായിട്ടുള്ള അല്ലെങ്കിൽ എന്നെപ്പോലെ ലോലഹൃദയമുള്ള ആൾക്കാർക്ക് പറ്റിയതല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു വിവേചനം ഒരു മരീചികയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അഥവാ വന്നാൽ പാർട്ടിയിൽ നിന്നായാലും അല്ലെങ്കിൽ മതത്തിൽ നിന്നായാലും സ്ത്രീകൾക്ക് ഒരുപാട് വിവേചനങ്ങളില്ലേ? അവർ സ്വതന്ത്രരാണോ? കെട്ടുപാടുകളില്ലേ? അത് പറയാൻ ധൈര്യമുണ്ടോ? എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഒരുപാട് വിവേചനങ്ങളും ഒരുപാട് ആത്മസംഘർഷങ്ങളും അനുഭവിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന 3 നേതാക്കളും. അവരൊക്കെ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞിട്ട് വളരെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിൽ ഇതിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ടീച്ചറോടുള്ള ഒരു ചോദ്യം അതാണ്, ഇതിൽ നിൽക്കുന്ന ധൈര്യപ്പെട്ടിട്ട് രാഷ്ട്രീയത്തിൽ വരാൻ പറ്റുമോ ഞങ്ങൾക്കൊക്കെ എന്നാണ് ഒരു ചോദ്യം. അതായത് ഒരു ചോദ്യം കൂടെ ഇപ്പൊ ഒരു പെൺകുട്ടി ഇവിടുന്ന് ചോദിക്കണ്ടേ? അപ്പൊ നമുക്ക് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഒരു കുട്ടിയുടെ കയ്യിലാണ്, അവരുടെ രക്തം തുടിക്കുന്ന കൈകളിൽ, ഇതുപോലുള്ള പെൺകുട്ടികളുടെ രക്തം തുടിക്കുന്ന കൈകളിലാണ് ഇന്ത്യ മഹാരാഷ്ട്രത്തിൻ്റെ ഭാവി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് ക്യാമ്പസ് രാഷ്ട്രീയം വളരെ ദുർബലമാണെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല രാഷ്ട്രീയത്തിൽ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വന്നവർ ഈ 3 മഹിളകളും അങ്ങനെ വന്നവരാണ്. 3 പേർക്കും നന്നായിട്ട് രാഷ്ട്രീയം അറിയാം. അതേപോലെ കുട്ടികളൊക്കെ ഇപ്പോൾ വിദേശത്താണ് കൂടുകൂട്ടുന്നത്. ഇവിടെ രാഷ്ട്രീയം കളിച്ച് നിൽക്കല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയത്തിനൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് അന്യ നാടുകളിലേക്ക് നല്ല ഏറ്റവും നല്ല ബ്രെയിനൊക്കെ ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലൊക്കെ ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ നാടുകളിൽ 8 ലക്ഷത്തോളം വീടുകൾ പൂട്ടിക്കിടക്കുകയാണ്. കാരണം അവർ വീടുണ്ടാക്കി അന്യ നാട്ടിൽ താമസിക്കുക. അതിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിലുള്ള രാഷ്ട്രീയം എങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ, ഞങ്ങൾ എന്തിനാ അങ്ങോട്ടൊക്കെ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം ശരിക്കും നമ്മുടെ കേരള മനസ്സാക്ഷി അവനവനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമല്ലേ ടീച്ചർ? ഒരുപാട് കാര്യങ്ങളാണ് ഒരുമിച്ച് പറഞ്ഞത്. അതിലൊരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ക്യാമ്പസുകളുടെ രാഷ്ട്രീയം കുറേ കൂടി ശക്തമായിട്ട് മാറേണ്ടതുണ്ട്. ക്യാമ്പസുകളിൽ നല്ല രാഷ്ട്രീയ പ്രവർത്തനമില്ലെങ്കിൽ അത് അവിടെ മറ്റ് പലതരത്തിലുള്ള പ്രവണതകൾക്ക് കാരണമായിട്ട് മാറും, ദുഷ്പ്രവണതകൾക്ക് കാരണമായിട്ട് മാറും. ക്യാമ്പസുകളുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നന്നായിട്ട് പഠിക്കാനും കാര്യങ്ങൾ വിശകലനം ചെയ്യാനും കഴിയുന്ന വിദ്യാർത്ഥികളായിട്ട് മാറണം. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിട്ടുള്ളത്, എൻ്റെ കുടുംബം ഈ ഫ്യൂഡലിസത്തിനൊക്കെ എതിരായിട്ട് വലിയ പോരാട്ടം, ജന്മിമാർക്കൊക്കെ എതിരായി പോരാട്ടം നടത്തി. ജന്മിമാരുടെ അതിക്രമങ്ങളും അന്നത്തെ MSPയുടെ വലിയ മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ അതിക്രമങ്ങളൊക്കെ സഹിച്ച് ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമായതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ സാധിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ അത് ഏറ്റവും നല്ല തത്വശാസ്ത്രമാണ്. സമൂഹത്തിലുണ്ടായിട്ടുള്ള വർഗ്ഗ വിഭജനമാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടരെ ചൂഷണം ചെയ്യുന്നു. ആ ചൂഷണം അവസാനിക്കുമ്പോഴേ സമൂഹത്തിൽ തുല്യരാവുകയുള്ളൂ എന്ന ചിന്ത തന്നെയാണ് എന്നെ ആ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ. എന്നാൽ നിങ്ങളെല്ലാവരും ഉടനെ തന്നെ ആ പാർട്ടി ആവണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവാൻ പറ്റുമോ? നിങ്ങൾക്ക് ധാരണയുണ്ടാവണം അതാണ് ശരിയെന്നുള്ളത്. അപ്പം നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. അതിന് വലിയ തടസ്സമൊന്നുമില്ല. അത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്നുകൊണ്ട് തന്നെ ആവണമെന്നുമില്ല. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് അത് ആവണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഈ സമൂഹത്തിൽ ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷേ സമൂഹത്തിൽ പ്രവർത്തിക്കണം, സമൂഹത്തിൽ ഇടപെടണം. ഞാനും എൻ്റെ വീടും എൻ്റെ പരിസരവും മാത്രം എന്നുള്ള ചിന്തയിൽ ഒതുങ്ങിക്കൂടാ. ഒരുപാട് പെൺകുട്ടികളെ കാണാറുണ്ട്, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലാണ്, എന്നാലും അവരെന്തെങ്കിലും ഒരു ജോലി തേടാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. എന്നാൽ മറിച്ചുകൊണ്ട് പോക്കറ്റ് മണി കിട്ടാൻ പറ്റുന്ന ഒരു കുടുംബമാണെങ്കിൽ MBBS കഴിഞ്ഞിട്ട് ഞാനതിന് കഷ്ടപ്പെട്ട് ജോലിക്ക് പോകണം എന്നുള്ള ചിന്ത എല്ലായിടത്ത് വരുന്നില്ലേ? കുടുംബങ്ങളിൽ വരുന്നില്ലേ? അധ്വാനിക്കുക, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെ ഇടപെടാൻ എല്ലാവർക്കും കഴിയണം എന്നുള്ളതാണ്. അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. നല്ല ധാരണയുണ്ടാകും എങ്ങനെയാണ് പരിഹരിക്കുക പ്രശ്നങ്ങൾ. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുന്നത് ഇവിടെ നല്ല കാർഷിക വിപ്ലവം നടക്കണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായി ഡെമോക്രസി ആവുകയുള്ളൂ. ജനാധിപത്യ വിപ്ലവത്തിൻ്റെ അച്ചുതണ്ട് കാർഷിക വിപ്ലവമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കായിട്ട് മൊത്തത്തിൽ ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യം എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്.
അത് ഇന്ത്യയിൽ ഭരണാധികാരം കിട്ടുവാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ വിമർശനമാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി വെക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തതയുണ്ടാകണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ കേരള സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഇതൊന്നുമല്ല എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ് കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഡോക്ടർ വന്ദന ടീച്ചർ അവിടെ പോയതാണ്, ശോഭ അവിടെ പോയി കാണും, ഞാനും അവിടെ പോയതാണ്. ആ ഒരു പെൺകുട്ടി പഠിച്ച് MBBS കഴിഞ്ഞ് കൊട്ടാരക്കര കോളേജിൽ അവിടെ പോയിരുന്ന ഹൗസ് സർജൻസി അതിനുവേണ്ടി പോകുമ്പോഴും അവിടെ മയക്കുമരുന്നിൻ്റെ അല്ലേ അടിമയായിട്ടുള്ള ഒരാളാണ് വന്ന് ആ കുട്ടിയെ കുത്തി കൊലപ്പെടുത്തിയത്. അതിനകത്ത് രാഷ്ട്രീയമായ കാരണങ്ങളാണോ, അതിനകത്ത് മയക്കുമരുന്ന്, ഇതിനെയൊക്കെ എതിർക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ജനാധിപത്യ ബോധമുള്ള ഒരു പൗര സമൂഹം നമുക്കുണ്ടായി വരണം. അപ്പോൾ ആ പൗര സമൂഹം എവിടെ നിന്നുണ്ടാവും? അത് ക്യാമ്പസുകൾ തന്നെ ആയിരിക്കണം അവരെ റിക്രൂട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതിപ്പോൾ ആലുവയിലെ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ വില്ലനായിട്ടുള്ളത് മയക്കുമരുന്നാണ്. അപ്പോൾ ഇത് ക്യാമ്പസുകളിലൊക്കെ കാണുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനതിൽ വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ തന്നെ ഒരു സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയപ്പോൾ അവിടെ കണ്ടതും 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമാണ്, ഒറ്റ സ്ഥാപനമേ ഉള്ളത്. അവിടെ 10 വയസ്സുള്ള കുട്ടി പോലും മയക്കുമരുന്നിന് അടിമയായിട്ട് അവിടെ വരുന്നുവെന്ന് പറയുമ്പം നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ അതിലേ പോകണം, നമ്മുടെ ഇടപെടലുകൾ അതിലേ പോകണം. രാഷ്ട്രീയ പാർട്ടികളുടെ കേവലം ഏതെങ്കിലും ഈ സംവാദങ്ങളും വിവാദങ്ങളും ചർച്ചകളും എന്നുള്ളതിനപ്പുറമായിട്ട് എൻ്റെ പാർട്ടിയടക്കം അവരുടെ ലക്ഷ്യത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകമായ കാലാനുസൃതമായ മാറ്റമെന്ന് നമ്മൾ പറയും. കാലാനുസൃതമായ മാറ്റത്തിൽ ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതും കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 33% ബില്ല് നിയമമായപ്പോൾ അത് എത്രയും നേരത്തെ നടപ്പാക്കിയെടുക്കാനുള്ള ചർച്ചകളാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളോട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഈ 2024 20-ൽ 7 സീറ്റ് കൊടുക്കുമോ എന്ന് ചോദിക്കണം. അത് ഷാനിമോൾ ഉസ്മാനോട് അത് പറയാതിരുന്നത് അവരവരുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ടീച്ചർ അത് ചോദിക്കുമോ? ടീച്ചറുടെ ഇതിൽ സംഘടനയിൽപ്പെട്ട സ്ത്രീകൾ 7 സീറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരണം എന്നാവശ്യപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യം. ഞാൻ ഇതിന് ഉത്തരം നേരത്തെ പറഞ്ഞതാണ്. കേവലമായിട്ടുള്ളൊരു വാദഗതിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോഴും വിജയസാധ്യതയും മറ്റും പരിഗണിച്ചു കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരിക. പക്ഷേ CPIM-നകത്ത് നിർബന്ധമായിട്ടും ഈ CPIM-ൻ്റെ പട്ടികയിൽ സ്ത്രീകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയാറുണ്ട്. ഒരു ജില്ലയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിർബന്ധമാണ് ഒരു ജില്ലയിൽ ഒരു സ്ത്രീയെങ്കിലും ഉണ്ടായിരിക്കണം. വിജയസാധ്യത എന്ന് പറയുന്നതിനകത്ത് ലിംഗം ഒരു ഘടകമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം അതിന്. ഇപ്പം നിയമസഭയിൽ കോൺഗ്രസും BJP-യും CPIM-ഉം സ്ത്രീകളെ മത്സരിപ്പിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും വിജയസാധ്യതയുള്ള സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിച്ച് നിർബന്ധമായിട്ടും നിയമസഭയിൽ എത്തണമെന്ന് തീരുമാനിച്ചത് ഇടതുപക്ഷ പാർട്ടികളാണ്. ബാക്കി സ്ത്രീകൾ മത്സരിക്കാഞ്ഞിട്ടാണോ കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നും സ്ത്രീകൾ വരാതിരുന്നത്? അതുകൊണ്ടാണല്ലോ കേരളത്തിൽ മാറി മാറി ഭരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിക്കും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്കും അവസരം കിട്ടിയിട്ട് ഇപ്പോൾ ആരൊക്കെയാണ് പാർലമെന്റിലേക്ക് പോയത്? ജയിക്കാൻ സാധ്യതയുള്ള ആളുകളെ അത് പുരുഷന്മാർ മാത്രമാണ് എന്ന് ടീച്ചറുടെ പാർട്ടിയും തീരുമാനമെടുത്തിട്ടുണ്ട്, അത് ഷാനിമോൾ ഉസ്മാന്റെ പാർട്ടിയും തീരുമാനമെടുത്തിട്ടുണ്ട്. കാര്യം പൊതിഞ്ഞു പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എന്തിനായിരുന്നു ഇങ്ങനെ ഈ ബില്ല് പാസ്സാക്കിയപ്പോൾ അങ്ങേയറ്റം അനാവശ്യമായ 2 മുന്നുപാധികൾ എഴുതി ചേർത്തത് എന്ന് പറയണം. സെൻസസ് വേണം എന്ന്. 33% ഈ രാജ്യത്ത് 50%-ലധികം സ്ത്രീകളാണ് എന്ന് അറിയാമായിരിക്കെ, രേഖയിലുണ്ടായിരിക്കെ എന്തിനാണ് സംവരണം? ഇനി മണ്ഡല പുനർനിർണയവും സ്ത്രീകളുടെ സംവരണവും തമ്മിൽ അതുപോട്ടെ, യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും ഈ 2 ഉപാധികൾ വെച്ചുകൊണ്ട് ഈ സംവരണത്തെ 2029-ലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കോ കടത്തി വെച്ചത് അങ്ങേയറ്റം പാർലമെന്റിനെയും സ്ത്രീകളെയും ജനാധിപത്യത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു നിയമം പാസ്സാക്കലായി പോയത്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ആലോചനകൾ നടത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. 195 രാജ്യങ്ങളുള്ള ലോകത്ത് 26 രാജ്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ പറഞ്ഞ കണക്ക്
കൃത്യമായിട്ടുള്ള കണക്ക് തന്നെയാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ റുവാണ്ടയെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങൾ, അവിടുത്തെ പെർസെൻറ്റേജിനെ കുറിച്ച് മാത്രമാണ്. അതിൽ ഒരു കണക്കിൻ്റെയും വ്യത്യാസമില്ല. കണക്ക് മുഴുവൻ കണക്കും അമേരിക്കയിലെയും ബ്രിട്ടൻ്റെയും ഞാൻ തന്നെ പഠിച്ചിട്ടല്ല, ഇതിൽ വളരെ റിസർച്ച് ചെയ്യുന്ന ആളുകളുമായി ചർച്ച നടത്തി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേദിയിൽ വന്നിട്ടുള്ള. ഒന്ന്. രണ്ടാമത് ടീച്ചർ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, അവര് റിസർച്ച് ചെയ്തിട്ടാണ് കുസുമം വന്നത്. അല്ല, അവര് പറഞ്ഞത് റുവാണ്ട എന്ന് പറയുന്ന ഒരു റിസർച്ച് ചെയ്താൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എതിരഭിപ്രായം പറയുന്നത് റിസർച്ച് ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പെർസെന്റേജാ പറയുന്നത്. അവര് ഒരു രാഷ്ട്രത്തിനെ മാത്രം വേർതിരിച്ചുകൊണ്ടുള്ള കണക്കാണ് പറഞ്ഞത്. ഞാൻ റുവാണ്ടയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അല്ല കുസുമൻ ടീച്ചർ, ഞാൻ പറഞ്ഞത് നോക്കൂ ടീച്ചർ, ഈ കണക്ക് ഞാൻ പറഞ്ഞ എന്താണ്? അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളിൽ 2015 12.7% നിന്ന് 2023 34.9% എത്തിയെന്നാണ് പറഞ്ഞത്. ആ കണക്കല്ല, അതല്ലല്ലോ ഇപ്പൊ ടീച്ചർ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ കുസുമൻ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അതത് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന പെർസെന്റേജിനെ കുറിച്ച്. അത് നമ്മൾ തമ്മിൽ ഒരു തർക്കവും നമുക്ക് ഓരോ ചോദ്യങ്ങളും ഓരോ അതിലൊരു തർക്കമില്ല. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പറയട്ടെ, ഈ കുട്ടി ചോദിച്ചല്ലോ, അതായത് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് എന്താണ് ആളുകൾ വരാത്തത്. ഇപ്പൊ ടീച്ചർ സംസാരിക്കുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം പറയണ്ട എന്ന് ശടിച്ചിട്ട് കാര്യമുണ്ടോ? അതായത് കൃഷി എന്താ വളരാത്തത് എന്ന് ടീച്ചർ പറയുകയാണ്. 11 ലക്ഷം ഹെക്ടർ നെല്ല് കൃഷി ഉൽപ്പാദിപ്പിച്ചിരുന്ന കേരളത്തില് 1.5 ലക്ഷം നെല്ലുൽപാദനമായിട്ട് ചുരുങ്ങിയിട്ടും ഞങ്ങൾ കേരളം പ്രൗഢിയോട് കൂടിയിട്ട് പോകുന്നുണ്ട് എന്ന് ഇരിക്കുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊന്ന്, സച്ചാർ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ, മണിപ്പൂരിനെ കുറിച്ച് ഇവിടെ പറയുണ്ടായി, ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ കുറിച്ചുള്ള ഞാൻ പറയട്ടെ, പശ്ചിമ ബംഗാളിൽ എന്നിട്ടും ഏത് പാർട്ടിയാണ് പശ്ചിമ ബംഗാളിൽ ഭരിച്ചത് എന്നതുപോലും പൊതിഞ്ഞു വെച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രീയത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ചർച്ചയല്ല ഇത്. ഈ ചർച്ച എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭരണകൂടത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നടപടിക്രമത്തിലേക്ക് കടക്കണം. അതിന് സ്ത്രീകൾ ഭരണരംഗത്ത് വരണം.